ഹായ് ഗൈസ്, അഞ്ചക്കുള്ള കൊക്കൻ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വന്നേക്കണേ. ഈ പേര് പഠിക്കാൻ തന്നെ കുറച്ച് സമയം എടുത്ത്. എന്തായാലും പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. സ്ക്രീൻ ത്രീയിലുണ്ട്. സിനിമ കണ്ട് വീട്ടിലെത്തി. അഞ്ചക്കള്ള കൊക്കൻ, അത് പറയാൻ തന്നെ കുറച്ച് പാടുപെട്ട്. കട്ട വൈബ് പടം ഇവിടെ, കട്ട വൈബ് പടം. ഈ സിനിമ നിങ്ങൾ കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഈ സിനിമ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പടം OTT കണ്ടിട്ട് ഒരു കാര്യമില്ല. അത്ര ഗംഭീരമായ ഒരു സൗണ്ട് ഡിസൈനും മ്യൂസിക്കും ഈ സിനിമയിലുണ്ട്. ക്യാമറ വർക്ക് നല്ലതാണ്, പക്ഷേ സൗണ്ട് ഡിസൈൻ ആൻഡ് മ്യൂസിക്, അവരുടെ പേരെനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങൾ മേക്കേഴ്സ് ആയിട്ടുള്ളവർ സിനിമയുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് വിക്കിപീഡിയയിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. കാരണം അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു പേജ് പോലും കാണാനില്ല ഈ സിനിമയുടെ. എന്തായാലും ഞാനിപ്പോൾ ബുക്ക് മൈ ഷോന്നാണ് ഡീറ്റെയിൽസ് വായിക്കുന്നത്. ഉല്ലാസ് ചെമ്പനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ചെമ്പൻ വിനോദിൻ്റെ തന്നെ അനിയനാണെന്ന് തോന്നുന്നു. ആളൊരു റോളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരാം. പ്രൊഡ്യൂസർ ചെമ്പൻ വിനോദ്, ചെമ്പോസ്കി ഫിലിംസാണ്. മണികണ്ഠൻ അയ്യപ്പ, എൻ്റെ പൊന്നെ എന്ത് മ്യൂസിക്കാണോ താൻ ചെയ്തു വെച്ചിരിക്കുന്നത്. കിടിലൻ കിടിലൻ എന്നുള്ള വാക്കെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പെശക് മ്യൂസിക്, കിടിലൻ അത്യുഗ്രനായിരുന്നു. അരുൺ മോഹൻ സിനിമാറ്റോഗ്രാഫർ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രോഹിത് VS വാരിയാത്ത് എഡിറ്റർ, നല്ല എഡിറ്റിംഗ് ആണ്. കുറച്ച് വെറൈറ്റി കട്ട്സ് പടത്തിലുണ്ട്. വളരെ രസമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എഡിറ്റിങ്ങും. പിന്നെ ഇതിനകത്ത് സൗണ്ട് ഡിസൈൻ ആരാന്ന് ഞാൻ കണ്ടില്ല. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഡിസൈനിടെ. ഞാൻ എന്തായാലും സ്ക്രീൻ ത്രീയിൽ കണ്ടതിന് ഗുണമാണെന്ന് എനിക്കറിയില്ല. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഡിസൈൻ കൊലക്കനായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഫുൾ സിനിമയ്ക്ക് ഉണ്ടല്ല ഒരു ക്വെന്റൻ ടാരന്റീനോ, ഒരു നമ്മുടെ LJP വൈബായിരുന്നു ഈ സിനിമയ്ക്ക്. ഫുൾ ഒരു സ്പെഗറ്റി വെസ്റ്റേൺ. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ സിനിമകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നുന്നുണ്ട്. ഈ ക്വെന്റൻ ടാരന്റീനോ എടുക്കുന്ന ടൈപ്പ് ഓഫ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നുന്നുണ്ട്. ഈവൻ ലാസ്റ്റ് എൻ ക്രെഡിറ്റ്സ് സംഭവങ്ങളൊക്കെ കാണിച്ചത് വരെ അങ്ങനത്തെ ഒരു വൈബിൽ. ഇപ്പം നമ്മുടെ മലയക്കോട്ട വാലിബൻ തീരുമ്പോഴേക്കും എൻ ക്രെഡിറ്റ്സ് കാണിച്ചിരിക്കുന്ന അങ്ങനെ ഒരു രീതിയിലാണ്, ഒരു സ്റ്റോറി മോഡ് അല്ലെങ്കിൽ ഒരു കോമിക് രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ എൻഡിങ്ങിലും കാണിക്കുന്നത്. മൊത്തത്തിലൊരു റെട്രോ വൈബാണ്. പിന്നെ പഴയ കാലഘട്ടം എടുത്തു വെച്ചിരിക്കുന്ന ഒന്ന് കാണടേ. ഈ അടുത്ത് ഇറങ്ങിയ ചില സിനിമയിലൊക്കെ പഴയ കാലഘട്ടം എടുത്തു വെച്ചേക്കണത് അത് കണ്ട് വെറുത്തു പോയതാണ്. ഇത് കാണണം നിങ്ങൾ. സ്റ്റൈലിഷ് പടം, സ്റ്റൈലിഷ് പടം. കോസ്റ്റ്യൂംസ് തൊട്ട് എല്ലാം കലക്കനായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ചേരുന്ന ഒരു അനുയോജ്യമായ പേര് ഡബിൾ ബാരൽ എന്നുള്ളതാണ്. കാരണം അടി ഇടി വെടിയാണ് പടം. ഒരു രക്ഷയില്ലാത്ത എൻ്റർടൈൻമെൻറ്റ് പടമാണ്. ഒരു പക്ക മാസ് മസാല ചിത്രം. ആ വൈബിൽ വേണം നിങ്ങൾ ഈ സിനിമ കാണാൻ പോകാൻ. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്, പക്ഷേ തിയേറ്ററിൽ ഒരു പരിധി കിട്ടൊന്നും വർക്കായെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് വർക്കായ സിനിമകളായിരുന്നു നമ്മുടെ ചെമ്പൻ ചേട്ടൻ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു നല്ല നിലാവുള്ള രാത്രി എന്നുള്ള സിനിമ, പിന്നെ ഓ ബേബി, പിന്നെ അങ്ങനെ കുറേ സിനിമകളുണ്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ എത്രത്തോളം ആൾക്കാരത് തിയേറ്ററിൽ പോയി കണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഓ ബേബി വേറൊരു മൂഡിലുള്ള പടമാണ്. ഈ ഒരു നല്ല നിലാവുള്ള രാത്രിയൊക്കെ ഭയങ്കര രസമായിരുന്നു അത് തിയേറ്ററിൽ കണ്ടപ്പോൾ. ആ സിനിമയൊന്നും OTT കണ്ടു കഴിഞ്ഞാൽ ഒരു രീതിയിലും നീതി പുലർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലും നല്ല അടിപൊളി സൗണ്ട് ഡിസൈനും ക്യാമറ വർക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ സിനിമയുടെ ആക്ഷൻ രംഗങ്ങൾ, അത് ആരാ ചെയ്തതെന്ന് അറിയില്ല. ഒരൊറ്റ ഡീറ്റെയിൽസ് ഇല്ലടേ. ഒന്ന് വിക്കിപീഡിയ അപ്ഡേറ്റ്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിക്കിപീഡിയയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇതേ ഡിസേർവ്സ് ടു ബി നോൺ. കാരണം അത്ര പെശക്കായിട്ട് ഇതിനകത്ത് ആക്ഷൻ ചിത്രീകരണം ചെയ്യണം. ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ഒരു ആക്ഷൻ ഉണ്ട്. എൻ്റെ അമ്മോനെ. സ്പീക്കിംഗ് ഓഫ് ആക്ഷൻ, ഈ സിനിമയിലെ താരങ്ങൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുത്തു പറയേണ്ട 2 ആൾക്കാരാണ്. അവരുടെ പേര് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അറിയില്ല. ഒരിടത്തും കാസ്റ്റിൽ കാണുന്നില്ല അവരാണ് ഈ സിനിമയുടെ ഹാർട്ട് ആൻഡ് സോള്. ഇതിനകത്ത് ശ്രീജിത്ത് രവി, നമ്മുടെ രവിചേട്ടൻ്റെ മോൻ ശ്രീജിത്ത് രവി അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ 2 മക്കളായിട്ട് ഇതിനകത്ത് 2 മച്ചാന്മാരുണ്ട്. എൻ്റെ അള്ളിയ. ഒരുത്തൻ എന്താണ് സംസാരശേഷി ഇല്ലാത്ത ആളാണ്, ഒരാൾ സംസാരം തിരിയാത്ത ഒരാളുമാണ്. 2 പേരുമാണ് ഈ സിനിമയിലെ മാസ് സീൻ. നമ്മുടെ കമ്മട്ടിപ്പാടത്തിൽ എനിക്ക് മണികണ്ഠൻ ചേട്ടനെയും അതുപോലെ തന്നെ നമ്മുടെ വിനായകൻ ചേട്ടനെയും ഓർമ്മ വന്ന് ഈ സിനിമയിൽ ഇത് കണ്ടപ്പോൾ. കാരണം ഇവരൊരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. പിന്നെ അതിലുള്ള മണികണ്ഠൻ ചേട്ടൻ ഇതിലുമുണ്ട്. ഇതിൽ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന കാണണം. ഏകദേശം ഇൻ്റർവെൽ ആറാകുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ആണത്. ഇവിടെ മാസടെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എന്നിട്ടും പറഞ്ഞു, ഇവരൊക്കെ ഉണ്ടായിട്ടും നിങ്ങളൊന്ന് അയച്ചേക്കും. ലുക്മാൻ ഉണ്ട്, നമ്മുടെ ചെമ്പൻ ചേട്ടനുണ്ട്, ഒരുപാട് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അങ്കമാലി ഡയറീസിലുള്ള കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഇവർ ഒരുപാട് നടന്മാർ. എന്നിട്ടും
ഞാൻ നേരത്തെ പറഞ്ഞ 2 മച്ചാന്മാരാണ് വേറെ ലെവൽ പെർഫോമൻസ്. അവർ സ്ക്രീനിലേക്ക് വരുമ്പോൾ എൻ്റെ മോനെ എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണെന്നറിയില്ല. പടം അങ്ങോട്ട് ഓണാവും വേറെ ലെവലിലേക്ക്. ഓൾറെഡി പടം സെറ്റാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഇവന്മാർ എപ്പോഴൊക്കെ സ്ക്രീനിൽ വരുന്നു അപ്പോഴൊക്കെ വേറെ സീനാണ് പടം. എനിക്ക് പേഴ്സണലി അത്രയും വർക്കായി സിനിമ. ഒരു പക്ക ഒരു മാസ് പടം, മാസ് മസാല പടം. അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി കൊണ്ടും എല്ലാം കൊണ്ടും സൗണ്ട് ഡിസൈനും ഒക്കെ കൊണ്ട് ഒരു മികച്ച ദൃശ്യ അനുഭവമായിരുന്നു എനിക്ക്. സൗണ്ട് അനുഭവം എന്ന് പറയേണ്ടി വരും. അത്ര രസമായിരുന്നു ഈ സിനിമ കണ്ടിരിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് മെറിൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ റോളാണ്. മെറിൻ ജോസ് പൊട്ടക്കൽ, ഗില്ലാപ്പി ബ്രദേഴ്സ് എന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞ ക്യാരക്ടർ. ഈ മെറിൻ എന്ന് പറഞ്ഞ മച്ചാൻ പുള്ളിയുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. എന്ത് പെർഫോമൻസ് ആയിരുന്നു ഈ കീടിലെന്ന് പറഞ്ഞാൽ കീടില്ല. ഞാൻ പറഞ്ഞത് അവരാണ് ഈ പടത്തിൻ്റെ ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് എനിക്ക് പറയേണ്ടി വരും. പിന്നെ മേഘ തോമസ്, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി തന്നെയാണ് നമ്മുടെ ഭീമൻ്റെ വഴിയിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. പുള്ളിക്കാരി പറ്റിയുള്ള ഡീറ്റെയിൽസും കിട്ടുന്നില്ല. എന്തായാലും പുള്ളിക്കാരി ഇതിനകത്തൊരു വൈറ്റൽ പെർഫോമൻസ് ഉണ്ട്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡായിട്ടാണ് ഈ ചെമ്പൻചേട്ടൻ്റെ ബ്രദർ ആയിട്ടുള്ള ഉല്ലാസ് ചെമ്പനും അഭിനയിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രസമുള്ള ഒരു പടം തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇതൊരു പക്ക പ്യുവർ പോപ്കോൺ എൻ്റർടൈനറാണ്. ഈ മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. അതുപോലെ പക്ഷേ ഇത് കുറച്ചുകൂടി ക്ലാസ് ആയിട്ടുള്ളൊരു പടം കൂടിയാണ്. അതായത് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഐ ആം വെരി ഹാപ്പി വാച്ചിങ് ദിസ് മൂവി ഇൻ തിയേറ്റർ. കാരണം ഇത് OTT എനിക്ക് ഈ പടം ഇത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേയില്ല. കാരണം കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും OTT വരട്ടെ എന്ന് പറയും. സിനിമ ഇസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റേഴ്സ്. OTT വന്ന മിക്ക സിനിമകളും മര്യാദക്ക് ആസ്വദിക്കാൻ പറ്റൂല. ഇപ്പോൾ നമ്മുടെ കുറച്ച് മലയാള സിനിമകളെ പേര് ഞാൻ പറയാം. അതായത് രോമാഞ്ചം, അത് തിയേറ്ററിൽ കണ്ട ഫീൽ OTT കിട്ടത്തില്ലടേ. ജാനേമൻ ഒരുപാട് പേര് പറഞ്ഞാണ് തിയേറ്ററിൽ കാണുമായിരുന്നത്. പക്ഷെ OTT കണ്ടപ്പോൾ എനിക്ക് അതുകൊണ്ട് ആ ഫീൽ കിട്ടിയില്ല. തിയേറ്ററിൽ കണ്ടവരൊക്കെ പറയുന്നത് ഭയങ്കര അനുഭവമായിരുന്നതാണ്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടവടെ. വരത്തൻ തിയേറ്ററിൽ കണ്ട ഫീൽ ഒരിക്കലും OTT കിട്ടില്ല. ലാസ്റ്റ് മറ്റേ പാപ്പാണി തറവാടല്ലാന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അവിടെ തൊട്ട് പടം എന്ത് സീനാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 20 minutes ഓഫ് വരത്തൻ എന്ന് പറഞ്ഞാൽ അത് ദാണ്ട തിയേറ്റർ എക്സ്പീരിയൻസ്. ആ സാധനം ഒരിക്കലും വീട്ടിൽ ഇരുന്നാൽ കിട്ടത്തില്ല നിങ്ങൾക്ക്. ആ തിയേറ്ററിൽ ലിറ്ററലി വോൾക്കാൻ ഇറപ്റ്റ് ചെയ്യുന്ന ഒറ്റ പൊട്ടലായിരുന്നു. അമ്മാരി സീനായിരുന്നു വരത്തലിൽ. അതൊക്കെ ഈ തിയേറ്ററിൽ അങ്ങനെ നടക്കുകയുള്ളൂ. ഇത് വീട്ടിൽ ഇരുന്ന് എന്താണ് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ജോലിയും ചെയ്ത് മറ്റേതും ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും വെറുതെ സ്പീക്കറിലിരുന്ന് പാട്ടൊക്കെ അടിക്കുന്ന സ്പീക്കറിലിരുന്ന് പടം കണ്ടാൽ ഒരിക്കലും വർക്കാവൂല. ഈ സിനിമയൊക്കെ തിയേറ്ററിൽ കാണേണ്ട പടങ്ങളാണ്. ഇതൊക്കെ എത്രത്തോളം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. ചില സിനിമകളുണ്ട് ചില സിനിമ എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും തിയേറ്റർ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് മറ്റേ കുത്തിക്കഴപ്പാണല്ലോ, മറ്റേ സൗണ്ട് ഡിസൈനറെ വെച്ച് ഇതൊക്കെ ചെയ്ത് ഇത്രയും തിയേറ്ററിൻ്റെ രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ വല്ല 2.1 ചാനൽ ഓഡിയോയിൽ ചെയ്താൽ പോരെ. ഇത് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അത് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ എണ്ണങ്ങളുണ്ട് ഞാൻ OTT വരട്ടെ നോക്കിയിരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ടീം. ശരി, സമ്മതിച്ച് തിയേറ്ററിൽ പോകുമ്പോഴേക്കും ടിക്കറ്റിന് പൈസ ചിലവാകും. എല്ലാം ഞാനും മനസ്സിലാക്കണം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ പൈസ കൊടുത്താണ് സിനിമ കാണുന്നത്, ടിക്കറ്റ് വാങ്ങിയിട്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ചില സിനിമകളുണ്ട്, ആ സിനിമകൾ അറ്റ്ലീസ്റ്റ് ഇതുപോലെയുള്ള കുറച്ച് സിനിമകളെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ നോക്കി. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു സിനിമയുണ്ട്, അത്രയും ഗംഭീരമായിരുന്നു അത് തിയേറ്ററിൽ കാണാനായിട്ട്. അപ്പോഴും കുറേ എണ്ണങ്ങളുണ്ട് എന്നാൽ OTT വരട്ടെ എന്നും പറഞ്ഞിരിക്കണം. നിങ്ങളൊന്നും ഒരു കാലത്തും OTT വന്ന ആ സിനിമ ഒന്നും എൻജോയ് ചെയ്യാൻ പോകണില്ല. മിക്ക സിനിമകളും OTT കാണുമ്പോൾ വെറുതെ ഫ്ലാറ്റ് സീനാണ്. ഒരു രീതിയിലും നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഞാനൊക്കെ എന്തോ ഒരു സിനിമ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് OTT കണ്ടുപോയി, പണ്ടായിട്ട് തിയേറ്ററിൽ കാണുമായിരുന്നു. മിന്നൽ മുരളി, അത് തിയേറ്ററിൽ കാണേണ്ട പടമായിരുന്നു. പക്ഷെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, OTT മാത്രം വന്നുള്ളൂ. ചുരുളി തിയേറ്ററിൽ കാണാനുള്ള അവസരം കിട്ടിയില്ല, കാരണം IFFK മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇരുന്ന് മറ്റേ ഹെഡ്ഫോണും വെച്ചിരുന്ന് കണ്ടുകൊണ്ട് പിന്നെങ്കിലും അനുഭവം ഉണ്ടായി. ഭൂതകാലം മലയാള സിനിമകളുടെ ഏറ്റവും നല്ലൊരു ഹൊറർ പടമാണ്. അത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, OTT ആയിരുന്നല്ലോ ഡയറക്ടർ റിലീസ്. അപ്പോൾ അങ്ങനെ ഈവൻ ദൃശ്യം 2 OTT കണ്ട, തിയേറ്ററിൽ കാണേണ്ട പടമായിരുന്നു. ആ തിയേറ്ററിൽ ആ ഓളം എന്തായിരിക്കും എന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റി വീട്ടിൽ ഇരുന്നിട്ട്. ആസ് എ സിനിമ ലവർ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ. എനിവേസ് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നാട്ടുകാർ ഇല്ല ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ പറയുന്നത് ഈ സിനിമ
തിയേറ്ററിൽ കാണണം. ഇത് കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കാണണം, അല്ലാതെ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നന്നായിട്ട് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ സ്റ്റോറി ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ലോജിക്കൊന്നും ചെയ്യാനും പിടിക്കാനൊന്നും പോകരുത്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പടമാണ്. അതൊക്കെ ചെയ്യാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സിനിമ എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. സിനിമ എന്താണ് നൽകേണ്ടത്? എൻ്റർടൈൻമെൻറ്റ്. അത് ചിലപ്പോൾ കരച്ചിലാവാം, ചിരിയാവാം, ത്രില്ലാവാം, പേടിപ്പിക്കലാവാം, എന്ത് രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആ സിനിമയെ കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അത് ഹിറ്റായി അല്ലെങ്കിൽ അത് വർക്കായി എന്നല്ല അർത്ഥം. എന്നെ ഈ സിനിമ എൻ്റർടൈൻ ചെയ്യിച്ചു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ വാട്ട് മാറ്റേഴ്സ് ടു മീ. ഞാൻ പൈസ കൊടുത്തു, ടിക്കറ്റ് എടുത്തു, സിനിമ കണ്ടു, ഞാൻ എൻ്റർടൈൻഡായി. എൻഡ് ഓഫ് സ്റ്റോറി. അത്രേ ഉള്ളൂ. എനിക്ക് ഈ സിനിമ വളരെയധികം വർക്കായി, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട സെന്തിൽ കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഇവരൊക്കെ ഇന്ന് കണ്ടായിരുന്നു, കാരണം ഇവരുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഉൾപ്പെടെയുള്ള ഒരു ഷോ ആയിരുന്നു. ഞാൻ അവരോടൊക്കെ നേരിട്ട് നിന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന വേഷങ്ങളൊക്കെ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഈ മച്ചൻ മെറിൻ എന്ന് പറഞ്ഞ ആ മച്ചാനെ ഞാൻ നേരിട്ട് കണ്ടു. പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്ത് പെർഫോമൻസ് ആയിരുന്നു. കാരണം ഹാഫ് ടൈമിൽ തന്നെ ഞാൻ പപ്സ് വാങ്ങാൻ പോയപ്പോൾ പുള്ളീനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, കാരണം ആ ഹാഫ് ടൈം തൊട്ടുമുന്നുള്ള ആക്ഷൻ സീൻ അങ്ങനെ എടുത്തു വെച്ചിരിക്കണം. ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ, സൗണ്ട് ഡിസൈനർ, ഇതിൽ ആ ആക്ഷൻ രംഗങ്ങൾ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരും, ഈവൻ ടുവേർഡ്സ് എൻഡ് ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ആക്ഷൻ ഉണ്ട്. എൻ്റെ പൊന്നാളിയെ കിടിലൻ. ഇത് അമൽനീരത് എടുത്തു വെച്ചതാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും, കാരണം അതുപോലെ അത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്, നല്ല കലക്കനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. ഇരുന്നാലോചിക്കുമ്പോൾ ഓക്കെ ഇതൊക്കെ ഇന്ന സാധനങ്ങളൊക്കെ വേറെ സിനിമകളിൽ കണ്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ നോക്കാൻ പോയ കുറച്ച് ലോകത്ത് കുറച്ച് കഥ ഉണ്ടാവുള്ളൂ, അതിൻ്റെ തന്നെ വേറെ വേറെ വേരിയേഷൻസ് ആയിരിക്കും മിക്ക സിനിമകളും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ പടം എൻ്റർടൈൻമെൻ്റ് ആണ്, കട്ട എൻ്റർടൈൻമെൻറ്റ്. രോമാഞ്ചം വന്ന് പടം കണ്ടിട്ട് എന്ന് വെച്ചാൽ അത് രോമാഞ്ചം വന്നത് അതിലെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുള്ള തന്നെ. ആ സിനിമ മൊത്തത്തിൽ നൽകുന്ന എൻ്റർടൈൻമെൻറ്റിനാണ് നമുക്ക് രോമാഞ്ചം വന്നത്. കാരണം അത്ര രസമാണ്. സൗണ്ട്, പ്രത്യേകിച്ച് സൗണ്ട്, ഇങ്ങനെ സൗണ്ട് ഡിസൈൻ വേറെ ലെവലായിരുന്നു, വേറെ ലെവൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പടം. ഞാൻ ആഗോള ലെവൽ പടമാണ്, വേറെ സീനാണ്. മലയാള സിനിമയുടെ ഇത് മാറ്റം ഒന്നും ഞാൻ പറയാനുള്ള, പക്ഷേ കലകം പടമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനിത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട് എനിക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് ഇറ്റ്. കലക്കി. എന്നെ സംബന്ധിച്ച് ഈ പടം അടിപൊളി പടം. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടേ, എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബൈ ബൈ.